أكبر الله أكبر الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം നിറവേറ്റാനുള്ള തൗഫീഖും സന്മനസ്സും ആരോഗ്യവും പടച്ചറബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. വരൾച്ചയുണ്ടാകുമ്പോൾ, മഴ പെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മഴ പെയ്യാൻ വൈകുമ്പോൾ പരിശുദ്ധ ഇസ്ലാം സുന്നത്താക്കിയ ഒരു ചര്യയാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖ അഥവാ സ്വലാത്തുൽ ഇസ്തിഗാസ. സ്വലാത്തുൽ ഇസ്തിസ്ഖ എന്നും പറയും, സ്വലാത്തുൽ ഇസ്തിഗാസ എന്നും പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പല രൂപത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 5 നേരത്തെ നമസ്കാരങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഒറ്റക്കായി, ചിലപ്പോൾ പ്രാർത്ഥന മാത്രം, മറ്റു ചിലപ്പോൾ ജുമുഅ നമസ്കാരത്തിൻ്റെ ഖുതുബയുടെ കൂടെ, മറ്റു ചിലപ്പോൾ മറ്റു നമസ്കാരങ്ങളുടെ പിറകെ, ചില സന്ദർഭങ്ങളിൽ ഖുതുബയില്ലാതെയും നമസ്കാരമില്ലാതെയും പ്രാർത്ഥന മാത്രവും നടത്തിയിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമുള്ളവരാണ്. റഹ്മത്തും ഖൈറും എന്ന് പറയുന്നത് പടച്ചറബിൻ്റെ കയ്യിൽ മാത്രമാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ മിനല്ലാഹ് ഫമിനല്ലാഹ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു അനുഗ്രഹവും പടച്ചറബിൻ്റെ പക്കൽ നിന്നാണ്. മാത്രമല്ല, അനുഗ്രഹം നമ്മളോട് ചോദിക്കുവാനും ചോദിച്ചാൽ ഞാൻ നൽകാമെന്നുള്ളതും പടച്ചറബിൻ്റെ കരാറാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅാനി. പ്രവാചകരെ, എൻ്റെ ദാസന്മാർ, എൻ്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നീ പറയണം, ഞാൻ സമീപസ്ഥനാണ്. അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. മാത്രമല്ല, പ്രയാസങ്ങളും ദുരിതങ്ങളും അകറ്റാൻ കഴിയുക പടച്ചറബിൻ്റെ കഴിവിൽപ്പെട്ടത് മാത്രമാണ്. അമയുജീബുൽ മുത്തറ ഇദാ ദഅ ഫയക്ഷിഫു സൂ. പ്രയാസം അനുഭവിക്കുന്നവൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ പടച്ചറബല്ലാതെ മറ്റാരാണ് എന്നാണ് പടച്ചറബിൻ്റെ ചോദ്യം. അവനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവനോട് പ്രാർത്ഥിക്കുന്നത് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പ്രാർത്ഥനയും ഈ ചോദ്യവും ഇബാദത്താണ്. എന്ത് ചോദിച്ചാലും അവൻ നൽകുമെന്നുള്ള പടച്ചറബിൻ്റെ ഗ്യാരണ്ടിയാണ്. ഉത്തരം കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം നമുക്ക് വേണ്ടതില്ല. കാരണം പ്രവാചകൻ പറഞ്ഞത്, ഒരു മുസ്ലിമായ മനുഷ്യൻ കുറ്റകരമായ കാര്യത്തിനല്ലാതെ, ബന്ധം മുറിക്കാനല്ലാതെ പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും 3-4 രൂപത്തിൽ അവൻ ഉത്തരം കൊടുക്കുമെന്നാണ്. ഒന്നുകിൽ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അപ്പോൾ കിട്ടിയേക്കാം, അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് പടച്ചറബ് ഒരു സൂക്ഷിപ്പ് മുതലായി പരലോകത്തേക്ക് എടുത്തു വെക്കും. അതുമല്ലെങ്കിൽ അവന് ബാധിക്കാനിരിക്കുന്ന ഒരു പ്രയാസത്തിനെ അവൻ്റെ പ്രാർത്ഥന കൊണ്ട് പടച്ചറബ് തടഞ്ഞു എന്ന് വന്നേക്കാമെന്നാണ്. ഇത് പറഞ്ഞപ്പോഴേ പ്രവാചകനോട് സഹാബാക്കൾ പറഞ്ഞു, ഇദനുക്സിറു യാ റസൂലല്ലാഹ്. അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് പടച്ചറബ് ഉത്തരം നൽകുമെന്നുള്ള കാര്യം തീർച്ചയാണെങ്കിൽ ഞങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കും.
പ്രവാചകന്റെ മറുപടി അല്ലാഹു അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നൽകുമെന്നാണ്. ഉത്തരം ബന്ധിപ്പിക്കപ്പെടുന്ന ചിലപ്പോൾ നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കാം. പടച്ച റബ്ബ് കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും. നിങ്ങൾ പ്രയാസമുണ്ടാകുന്ന ഇഷ്ടമില്ലാത്ത കാര്യത്തിലോ അവിടെയായിരിക്കും നിങ്ങൾക്ക് നന്മയുണ്ടാവുക എന്നാണ്. കാരണം എന്താണെന്നറിയുമോ? വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അറിയുന്നവനാണ്, നിങ്ങളാണെങ്കിലും അറിയാത്തവരുമാണ്. മാത്രമല്ല, ഒന്നുകൂടെ പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് ഖേദിച്ച് മടങ്ങാനും തെറ്റുകൾ ഒഴിവാക്കാനും അശ്രദ്ധ വിടാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും പ്രകടിപ്പിക്കുവാനും അവനിലേക്ക് അഭയം തേടാനും പക്ഷാതപിക്കാനും നന്മ കൽപ്പിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും തിന്മ വിരോധിക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും അതൊരു കാരണമായേക്കാം. ദുരിതങ്ങളെല്ലാം മനുഷ്യരുടെ കരങ്ങളുടെ ഫലമായിക്കൊണ്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴ വർഷിപ്പിക്കാത്ത പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബ് നമ്മോട് കാണിക്കുന്ന നീതിയുടെ ഭാഗമല്ല എന്നാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നേരെ മറിച്ച് മനുഷ്യരുടെ കരങ്ങളുടെ ഫലമായിക്കൊണ്ടാണ്. വമാ സാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസവും ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ടാണ് എന്നാ പടച്ച റബ്ബിൻ്റെ പ്രഖ്യാപനം. കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ, ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഫിർഔന്റെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചത് ഇപ്രകാരമാണ്. എന്തേ പ്രശ്നമെന്നറിയുമോ? വിളകമ്മി വരുത്തി, അതേപോലെ വരൾച്ചയുണ്ടായി. എന്തേ? ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതെ, തെറ്റ് ചെയ്യുമ്പോൾ ഈ സമുദായത്തെ അല്ലാതെ മറ്റു സമുദായങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഈ സമുദായത്തിനെ പടച്ച റബ്ബ് തെറ്റ് ചെയ്യുമ്പോൾ പിടികൂടാത്തത് മുത്തുനബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ടാണ്, അള്ളാഹിന്റെ ഹബീബിന്റെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ടാണ് ഈ സമുദായം തെറ്റ് ചെയ്യുമ്പോൾ അവരപ്പോൾ പിടികൂടാത്തത്. വിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകളുണ്ട്. മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് അവരപ്പോൾ പിടികൂടുകയാണെങ്കിൽ ഭൂമി ലോകത്തൊരു മനുഷ്യ കുഞ്ഞു പോലും ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല എന്നാണ്. തെറ്റുകളെ കുറിച്ച് നമ്മൾ പറയാതിരിക്കലാ നല്ലത്. ഒരു പെൺകുട്ടി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പഠിക്കാൻ പോവുകയാണ്. അവൾ തൻ്റെ ഉദരത്തിൽ മറ്റൊരു കുഞ്ഞിനെയും കൊണ്ടാണ് വരുന്നത്. താൻ താമസിക്കുന്ന 5 നിലയുടെ മുകളിൽ നിന്ന് ആ പിഞ്ചോമന കുഞ്ഞിനെ പുറത്തേക്കെറിഞ്ഞ് റോട്ടിലേക്ക് എറിഞ്ഞത് അങ്ങ് യൂറോപ്പിലല്ല, നേരെ മറിച്ച് കേരളത്തിലെ കൊച്ചിയിലാണ്. നമ്മൾ കേട്ട വാർത്തകളാണ്. അതേപോലെ തന്നെ ഒരു ജോലിക്കാരനെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനിലിട്ട് കറക്കിയത് അത് നമ്മുടെ കേരളത്തിലാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്മാർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവരപ്പോൾ പിടികൂടുകയാണെങ്കിൽ അതെ, ഒരു സംശയം വേണ്ട, ഭൂമി ലോകത്തൊരു മനുഷ്യൻ പോലും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. ഏതായിരുന്നാലും ഒരു വിചിന്തനം നമുക്ക് ആവശ്യമാണ്. ഒരു മുഹാസബത്തു നഫ്സ്, സ്വന്തം ശരീരത്തിന് വിചാരണക്കെടുക്കുക. എല്ലാവരും, തൊഴിലാളിയും മുതലാളിയും പണ്ഡിതനും പാമരനും കച്ചവടക്കാരനും ജോലിക്കാരനും അധ്യാപകന്മാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മക്കളും എല്ലാവരും കൂടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. പടച്ച റബ്ബ് ഒരു മുഹാസബത്തു നഫ്സ് നടത്തുക. എൻ്റെ പക്കൽ സംഭവിച്ച തെറ്റെന്താണ്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എൻ്റെ കാരണത്താൽ എങ്ങാനും ഒരു മഴത്തുള്ളി വരാതിരിക്കാൻ കാരണം ഞാനാണെങ്കിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്താണ്? സ്വഹീഹായ ഹദീസിൽ കാണാം, മോശമായ മനുഷ്യന്മാർ മരിക്കുമ്പോഴേ സന്തോഷിക്കുന്ന ചില വർഗങ്ങളുണ്ട്. ആരാണെന്നറിയുമോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത മൃഗങ്ങളാണ്. അതേപോലെ തന്നെ വന്യജീവികളാണ്. നമ്മളെ തൊഴുത്തിൽ കെട്ടിയ മൃഗങ്ങൾ, അതേപോലെ കാട്ടിലുള്ള മരങ്ങൾ, അതേപോലെ വൃക്ഷങ്ങളും അതേപോലെ സാധനങ്ങളും നമുക്കെതിരെ അഥവാ മോശമായ മനുഷ്യന്മാർ മരിക്കുമ്പോൾ സന്തോഷിക്കുകയാണ് എന്ന് വെച്ചാൽ അവൻ്റെ കാരണത്താലാണ് പടച്ച റബ്ബ് എനിക്ക് വെള്ളം മുടക്കുന്നതെന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ കാരണത്താൽ, സംസാരിക്കുന്ന ഞാൻ കാരണത്താൽ, എൻ്റെ സംസാരം കേൾക്കുന്ന നിങ്ങൾ കാരണത്താൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തൊഴുത്തൊരു മൃഗം സന്തോഷിക്കുന്ന ഒരവസ്ഥ നല്ലതല്ല, അത് മോശമാണ്. അതിനാൽ നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. മാറേണ്ടത് നമ്മളാണ്. റബ്ബിനെ കുറ്റം പറയുകയല്ല വേണ്ടത്, നേരെ മറിച്ച് മാറേണ്ടത് നമ്മളാണ്. വരൾച്ചയുണ്ടായപ്പോൾ ഇസ്തിസ്ഖാ, മഴയെ തേടിയുള്ള പ്രാർത്ഥന, നമസ്കാരം അള്ളാഹിന്റെ ഹബീബ് ചെയ്തതാണ്. മുത്തുനബി ആളുകൾ ഒരുമിച്ച് കൂട്ടി. ആയിഷ റളിയല്ലാഹു തന്നെ പറയാൻ, മുത്തുനബിയോട് ജനങ്ങൾ ഈ വരൾച്ചയെ പറ്റി പരാതി പറയുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം ഒരു നമസ്കാര സ്ഥലം ഒരുക്കാൻ വേണ്ടി സഹാബത്തിനോട് പറഞ്ഞു. എന്നിട്ട് അവരോട് ഒരു ദിവസം കരാർ ചെയ്യുകയും ചെയ്തു. ആളുകളൊക്കെ ആ സ്ഥലത്തേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു പറയുന്നു, ഒരിക്കൽ രാവിലെ ഈ സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം അള്ളാഹിന്റെ ഹബീബ് വന്നങ്ങോട്ട്, എന്നിട്ട് മിമ്പറിൽ കയറി അള്ളാഹിന്റെ റസൂൽ തക്ബീർ ചൊല്ലി, എന്നിട്ട് അള്ളാഹിനെ സ്തുതിച്ചു. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നോട് വരൾച്ചയെക്കുറിച്ച് പരാതി പറയുന്നു, മഴ അതിൻ്റെ കാലത്ത് പെയ്യുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പരാതി പറയുകയാണ്. എന്നാൽ പടച്ച റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നത് അവനോട് പ്രാർത്ഥിക്കാനാണ്. ആ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്നുള്ളത് പടച്ച റബ്ബ് നിങ്ങളോട് ചെയ്ത കരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റസൂൽ പ്രകാരം പ്രാർത്ഥിച്ചു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ് اللهم أنت الله لا إله إلا أنت الغني ونحن الفقراء أنزل علينا الغيث واجعل ما أنزلت لنا قوة وبلاء لكن എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ രണ്ട് കൈകളും ഉയർത്തി. അത് അങ്ങേയറ്റം ഉയർത്തി. എത്രമാത്രം? അല്ലാഹുവിന്റെ ഹബീബിന്റെ കക്ഷത്തിലെ വെള്ള പോലും ഞങ്ങൾ കാണുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ തട്ടത്തിന്റെ രൂപം അദ്ദേഹം മാറ്റിയിട്ടു. കൈ ഉയർത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഖിബലയിലേക്ക് തിരികെയുണ്ടായി. എന്നിട്ട് പ്രാർത്ഥിച്ചു. ആ മിമ്പറിൽ നിന്നിറങ്ങി 2 റക്അത്ത് നബി അല്ലാഹുവിന്റെ റസൂല് നമസ്കരിക്കുകയുണ്ടായി. ആ നമസ്കാരം കഴിഞ്ഞു പോകുമ്പോഴേ മഴ വർഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ താടി രോമങ്ങളിലൂടെ മഴത്തുള്ളി ഉതിർന്നിറങ്ങുന്നത് ഞങ്ങൾ കാണുകയുണ്ടായി എന്ന് സഹാബത്ത് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് വെള്ളിയാഴ്ചപ്പള്ളിയിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അറാബിയായ മനുഷ്യൻ മുത്തുനബിന്റെ മിമ്പർക്ക് നേരെ വന്നവിടെ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, കാലികളെല്ലാം നശിച്ചു പോയി, വരൾച്ചയാണ്. അതിനാൽ പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് കൈകൾ ഉയർത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ. അനസ് റളിയല്ലാഹു പറയുന്നു, ഞങ്ങൾ ആ സമയത്തെ മാനത്ത് ആകാശത്ത് ഒരു മേഘത്തിന്റെ കീറ് പോലും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ നമസ്കാരം കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന സമയത്താണെങ്കിലോ ആകാശമാകെ മേഘാവൃതമായി മഴ വർഷിക്കുകയുണ്ടായി. എല്ലാവർക്കും പറയാനുള്ളത് മഴയെ കുറിച്ചിട്ടാണ്. ഇമാം മുസ്ലിമിലുള്ള പ്രാർത്ഥന ഇപ്രകാരമാണ്, അല്ലാഹുമ്മ അഗീസിനാ, അല്ലാഹുമ്മ അഗീസിനാ, അല്ലാഹുമ്മ അഗീസിനാ എന്നാണ്. അതെ, ഉടനെ ഉത്തരം കിട്ടുകയുണ്ടായി. എല്ലാവരും പിരിഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ പ്രിയപ്പെട്ടവരെ അപ്രകാരം മാത്രമേ ഉള്ളൂ. ഒരു വാക്കുണ്ടല്ലോ, ഇന്നമാ അംറു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല കുൻ ഫയകൂൻ. റബ്ബെങ്ങാനും ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയേണ്ട താമസം ഉണ്ടാകും. ഈ മഴ വർഷിക്കാൻ, മഴത്തുള്ളികൾ കിട്ടാൻ പടച്ച റബ്ബിന്റെ ഒരു വാക്ക് മാത്രം മതി. കുഞ്ഞെന്ന് പറയേണ്ട താമസം. കുഞ്ഞെന്ന് പറയാത്തതല്ല, കുഞ്ഞെന്ന് പറയാത്തതല്ല, നമ്മെ പ്രയാസപ്പെടുത്താനല്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങുക എന്നല്ലാതെ, തൗബ ചെയ്ത് മടങ്ങുക എന്നല്ലാതെ രണ്ടാമത്തൊരു ചോയ്സ്, രണ്ടാമത്തൊരു മാർഗം അതില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഴ കിട്ടിയാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പ്രകാരമാണ്, അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, അല്ലാഹുവേ ഈ മഴയെ നീ ഉപകാരപ്രദമായ മഴയാക്കണേ എന്നാണ്. മഴ ലഭിച്ചാൽ പ്രാർത്ഥിക്കണം, മുത്തിർനാ ബിഫദ്ലില്ലാഹി വ റഹ്മത്തി, ഞങ്ങൾക്ക് ഈ മഴ കിട്ടിയത് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്, അവന്റെ റഹ്മത്ത് കൊണ്ടാണ് എന്ന് വെച്ചാൽ മഴയെ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടിയിലേക്ക് ചേർത്തി പറയുന്നത് അതിന്റെ പേര് കുഫറാണ്, അവൻ കാഫിറാണ് എന്ന് വെച്ചാൽ വിഷുവല്ലേ അതിന് മുമ്പൊരു മഴ ഉണ്ടാകും, വിഷുവല്ലേ അതിന് ശേഷം ഒരു മഴ ഉണ്ടാകാം. വാവാണല്ലോ, ഞാറ്റുവേലയാണല്ലോ, അപ്രകാരം ഞാറ്റുവേലയിലേക്കും വിഷുവിലേക്കും വാവിലേക്കും ഒക്കെ മഴയെ ചാത്തി പറയുന്നത് കുഫറാണെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചത്. മാത്രമല്ല ഒന്നാമത്തെ മഴ കൊള്ളുന്നത് അത് സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം കഴിഞ്ഞ് മുത്തലി പള്ളിയിൽ നിന്ന് പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ മേനിയിലേക്ക് മഴ കൊള്ളുകയാണ്. സഹാബാക്കൾ ചോദിച്ചു, സാധാരണ നബി ചെയ്യാത്തതാണ്, എന്തിനാ നബിയെ അപ്രകാരം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി ഇതാണ്, ഈ മഴത്തുള്ളികൾ ഇപ്പോൾ റബ്ബിന്റെ പക്കൽ നിന്ന് വന്നതാണ്, റബ്ബുമായിട്ട് അടുത്ത ബന്ധമുള്ളത് ഉണ്ട് ആ മഴത്തുള്ളികൾക്ക് എന്നാണ്. അതിനാൽ ആ മഴ കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നമ്മളും അപ്രകാരം ചെയ്യുക. തീർച്ചയായും ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും അള്ളാഹു നമ്മെ സഹായിക്കാം എന്ന് വെച്ചിട്ടുണ്ട്. ഇത് അള്ളാഹിന്റെ കരാറാണ്. പക്ഷെ വേണ്ട എന്താണെന്നറിയുമ്പോ വിശ്വാസമുണ്ടായിരിക്കണം, തവക്കലുണ്ടായിരിക്കണം, ഇസ്തിഖാമത്തുണ്ടായിരിക്കണം, തഖ്വയുണ്ടായിരിക്കണം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു ഗ്രാമക്കാർ, ഒരു പ്രദേശക്കാർ ആരായിരുന്നാലും, ഇടവണ്ടക്കാരാണെങ്കിലും പത്തപര്യത്തുകാരാണെങ്കിലും എന്ന് വേണ്ട ഏതൊരു ഗ്രാമക്കാരാണെങ്കിലും വിശ്വസിക്കുകയും അതേപോലെ റബ്ബിനെ പേടിക്കുകയും ചെയ്താൽ എന്താ റബ്ബ് നൽകുന്നത്? ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള സകലമായ ബർക്കത്തുകളും നിങ്ങൾക്ക് തുറന്നു തരുമെന്നാണ്. ആ
ബർക്കത്തിൽ ഒന്നാമതാണ് മഴയാണ്. ആ മഴ ലഭിച്ചാലാണ് ഭൂമി ലോകത്ത് നിന്ന് സാധനങ്ങൾ വളരുക. അതേപോലെ നന്മ ചെയ്യുന്നവരാവുക, അതിലേക്ക് ക്ഷണിക്കുന്നവരാവുക. കാരണം എന്താണെന്നറിയുമോ? ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ. പടച്ച റബ്ബിന്റെ റഹ്മത്ത്, ഈ റഹ്മത്തിന് പണ്ഡിതന്മാർ നൽകുന്ന അർത്ഥം എന്താണെന്നറിയുമോ? മഴ എന്നാണ്. ആ റഹ്മത്ത് അത് സുഹൃതം ചെയ്യുന്ന ആളുകളോട് അത് സമീപസ്ഥമാണ്, ഏറ്റവും അടുത്തെന്നാണ്. അതിനാൽ അതേപോലെ മറ്റൊരു കാര്യം, പാപമോചന പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ, പശ്ചാത്താപവും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കേൾപ്പിച്ച ആയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞൊരു വാക്കാണ്, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങളെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്നാൽ ലഭിക്കാനിരിക്കുന്ന എന്താണ്? യുർസിലിസ് സമാഅലൈക്കും മിദ്റാറ. അവൻ നിങ്ങൾക്ക് ഉപരിഭാഗത്തിൽ നിന്ന് മഴ സമൃദ്ധമായി നൽകുമെന്നാണ്. സമൃദ്ധമായി ലഭിക്കാൻ നമുക്ക് വേണ്ടത് ഇസ്തിഗ്ഫാർ എന്താണ്? വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതെ, ആ വേദഗ്രന്ഥമനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുക. വലവന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം. തൗറാത്തും ഇൻജീലും അവർക്കിറങ്ങിയ വേദഗ്രന്ഥങ്ങളും അവർ പിൻപറ്റുകയാണെങ്കിൽ ലാകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. മുകൾ ഭാഗത്ത് നിന്ന് അവർ ഭക്ഷിക്കും, താഴ് ഭാഗത്തു നിന്ന് ഭക്ഷിക്കും. വേണ്ട എന്താണ്? ഇസ്തിഗ്ഫാറാണ്. ആ ഇസ്തിഗ്ഫാറാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ രോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, മരുന്നും പറഞ്ഞു തരാം. രോഗം എന്താണെന്ന് അറിയുമോ? പാപങ്ങളാണ്. പക്ഷെ മരുന്നെന്താണ്? ആ മരുന്ന് ഇസ്തിഗ്ഫാറാണ്. അതിനാൽ ഇസ്തിഗ്ഫാർ നടത്തുക, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഞങ്ങളുടെ മക്കൾ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മഴത്തുള്ളികൾക്ക് ഞങ്ങൾ ആവശ്യമുള്ളവരാണ്. റഹ്മാൻ റഹീമായ നാഥ, ഈ പാവപ്പെട്ടവരായ ഞങ്ങൾ നിന്നിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ വെറും കൈയോടെ മടക്കല്ലേ റബ്ബേ. ഞങ്ങൾക്ക് ഇനി ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് ഇനി വർഷിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് ഇനി വർഷിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് ഇനി വർഷിപ്പിക്കണേ റബ്ബേ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ് അല്ലാഹുമ്മ അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ല അൻതൽ ഗനി വനഹ്നുൽ ഫുഖറാ അൻസിൽ അലൈനൽ ഗൈസ വജ്അൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാൻ ഇലാഹിൻ اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اسقنا غيثا مغيثا مريئا مريئا نافعا غير ضار عاجل غير آجل اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم انبت لنا الزرع وادر لنا الضرع واسقنا من بركاتك السماء واسقنا من بركاتك السماء واسقنا من بركاتك السماء اللهم اسق الغيث ولا تجعلنا من القانتين اللهم اسق الغيث ولا تجعلنا من القانتين اللهم اسق الغيث ولا تجعلنا من القانتين الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين لا إله إلا الله يفعل ما يريد اللهم أنت الله لا إله إلا أنت الغني ونحن الفقراء أنزل علينا الغيث واجعل ما أنزلت لنا قوة وبلاء إلهين اللهم اسقنا غيثا مغيثا مريئا مريئا نافعا غير ضار عاجل غير آجل اللهم اسق عبادك وبهائمك وانشر رحمتك وحي بلدتك الميت اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم انبت لنا الزرع وادر لنا الضرع واسقنا من بركاتك السماء اللهم اسق الغيث ولا تجعلنا من القانتين الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين لا إله إلا الله يفعل ما يريد اللهم أنت الله لا إله إلا أنت الغني ونحن الفقراء أنزل علينا الغيث واجعل ما أنزلت لنا قوة وبلاء إلهين اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم اغثنا
اللهم اغثنا اللهم اغثنا اللهم اسقنا غيثا مغيثا مريئا مريئا نافيا غير ضار عاجل غير عاجل اللهم اسق عبادك وبهائمك وانشر رحمتك وحي بلدك الميت اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم انبت لنا الزرع وادر لنا الضرع واسقنا من بركاتك السماء اللهم اسق الغيث ولا تجعلنا من القانتين اللهم اسق الغيث ولا تجعلنا من القانتين اللهم اسق الغيث ولا تجعلنا من القانتين അല്ലാഹുവേ ഞങ്ങൾ നിന്റെ മഴയ്ക്ക് ആവശ്യമുള്ളവരാണ് റഹ്മാൻ റഹീമായ നാഥ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ കാരണത്താൽ പടച്ച റബ്ബേ ഞങ്ങൾ ഇനി പിടികൂടല്ല റബ്ബേ ഞങ്ങൾ ശിക്ഷിക്കല്ല റബ്ബേ അത് കാരണത്താൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന മഴ നീ തടയല്ല രക്ഷിതാവേ ഞങ്ങൾക്ക് ഇനി ഉപകാരപ്രദമായ മഴ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ അല്ലാഹുവേ കിണറുകളിൽ വെള്ളം പറ്റിപ്പോയി പുഴയിൽ പോലും വെള്ളം പറ്റിപ്പോയി അതിന് ചൂടിന്റെ കാഠിന്യം ഓരോരുത്തരും അനുഭവിക്കുകയാണ് റഹ്മാനായ നാഥ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ റബ്ബേ അല്ലാഹു ഞങ്ങളോട് നീ കരുണ കാണിക്കൂ റബ്ബേ അല്ലാഹുവേ നിന്റെ കരുണ ഞങ്ങൾ ആവശ്യമുള്ളവരാണ് ഞങ്ങൾക്ക് ആ കന്നി നൽകണേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين